Hey guys, assalamu alaikum. Welcome back to my channel. Hello, say hi. Yes, welcome back. To Moshura star. good. So we are doing workouts. എന്റെ കഴിഞ്ഞു. ഞാൻ ബേബിനെ പോലെ സ്ലോ അല്ല. ഷടപടയെന്ന് ഞാൻ തീർത്തു. The mirror is not clear guys. പൊടി പിടിച്ചിട്ടുണ്ട്. പക്ഷെ വ്യൂ കൊള്ളാം. അങ്ങനെ ഒരു ഫ്രെയിം സ്കൈ ഒക്കെ ആയിട്ട്. ഓക്കെ ലെറ്റ്സ് ടോക്ക്. അപ്പോൾ ഞാൻ ഫ്രെയിം ഒന്ന് മാറ്റട്ടെ ബിക്കോസ് മിറർ ഈസ് ടു ഡർട്ടി. സോ ഇന്ന് ടുഡേ ഈസ് വെൻസ്ഡേ റൈറ്റ്? വെൻസ്ഡേ ആണ്. മൺഡേക്ക് ശേഷം ഞാൻ വ്ളോഗ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എപ്പോഴും അപ്ഡേറ്റ്സ് ഒന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. സോ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അവന് ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ട് മൺഡേ കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഹി സ്റ്റേ ടിൽ 12:30. ഇപ്പം അവന് കരഞ്ഞാലും കരച്ചിലേക്കും അവർ വിടാറില്ല. 12:30 തന്നെയാണ് വിടാറുള്ളത്. അവൻ്റെ 12:45 ആഫ്റ്റർ ദ ലഞ്ചാണ് വിടാറുള്ളത്. ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ ഉണ്ട്. ബട്ട് സ്റ്റിൽ യു നോ റൈറ്റ്, അവനൊന്നും കഴിക്കാറില്ല അവിടെ. ഞാനാണ് ഇവിടെ വന്നിട്ട് കൊടുക്കാറുള്ളത്. നല്ല മെനു ഒക്കെയാണ് ഫുഡിൻ്റെ. ഡെയിലി മെനൂസ് നമുക്ക് അപ്ഡേറ്റ്സ് വരും എന്തൊക്കെ ഫുഡെന്ന്. നല്ല നല്ല ഫുഡ്. പക്ഷെ അവൻ കഴിക്കാറില്ല. സൈഗു ഇസ് വെരി ഹാപ്പി ആ കാര്യത്തിൽ. ഡെയിലി അവർ ഇപ്പോൾ സൈഗുന് സ്റ്റാർട്ടായല്ലോ. അപ്പോൾ അവൻ എക്സൈറ്റഡ് ആണ്. അവൻ നമ്മുടെ ചോദിക്കും ഇന്നെന്താണ് മെനു. ഓ യു ലുക്ക് ഗുഡ് ഇൻ ദ ഫ്രെയിം. ആ ഹെയർ സ്റ്റൈൽ കൊള്ളാട്ടെ. ബാക്കിൽ വളർത്തിയിട്ട് നല്ലുണ്ട്. റിസൾട്ട് വിയഡേരി പറ്റുള്ളാട്ടോ ഇപ്പൊ ഫോണൊന്നും പിടിക്കാൻ. കൈയൊക്കെ വേദന. ഇന്ന് വേദന കൊണ്ട് എനിക്ക് എണിക്കാൻ പറ്റില്ല കേട്ടോ. അത്ര വേദന ഉണ്ടായിരുന്നു. ഇന്നലെ നൈറ്റൊക്കെ പനി വരുന്ന ഫീലായിരുന്നു. അത്ര വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റെപ്സ് എടുക്കുന്നത് മാത്രമല്ലാതെ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ തുടങ്ങി. ആശാന് പിന്നെ അരി വെക്കാൻ സമ്മതിക്കൂല, കറക്റ്റ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ഒറ്റക്കാണെങ്കിൽ കുറച്ചുകൂടെ ആയിട്ടൊക്കെ ചെയ്യാം. അതുകൊണ്ട് അടി കറക്റ്റ് കിട്ടും. അതിൻ്റെതായ ഇവിടെ ചൂടുള്ളതുകൊണ്ട് മുഖം ടാൻ അടിച്ചിരിക്കുക. ഈ ഒരു നേരത്തെ കുറച്ച് ചൂടുണ്ടാവും. അങ്ങനെ കാര്യങ്ങൾ എങ്ങോട്ടൊക്കെ പോയി. മണ്ട കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. കരഞ്ഞ് ഇന്നലെയും കരഞ്ഞ് ഇന്നും കരഞ്ഞ്. പിന്നെ അവിടെ പോയിട്ട് എന്നെ കാണാതെ ആകുമ്പോൾ അവൻ ഓക്കെ ആവും എന്നാ പറയണേ കുറച്ചു നേരത്തേക്ക്. പിന്നെ വീണ്ടും മമ്മ എന്ന് പറഞ്ഞ് കരയും. പിന്നെ ഓക്കെ ആവും. അങ്ങനെ ഇറ്റ് ഡിപ്പെൻസ്. അവനൊരു ഇന്റർവൽ പോലെ എന്നെ കാണണം. എന്നെ കണ്ടില്ലെങ്കിൽ കരയും. ബട്ട് സ്റ്റിൽ അത് റുട്ടീൻ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കരയുമ്പോൾ അവർ വിളിക്കാറില്ല. നമ്മൾ പോകാറുമില്ല. 12:45 തന്നെയാണ് വിളിച്ചുകൊണ്ട് വന്നത്. ഇന്നും അങ്ങനെ വിട്ട് വന്ന് ഇപ്പൊ എൻ്റെ ബേബിയുടെ റുട്ടീൻ എന്താന്ന് പറഞ്ഞാൽ അവനെ സ്കൂളിൽ വിടും, വന്നിട്ട് വർക്കൗട്ട് ചെയ്യും രണ്ടുപേരും ഒന്നിച്ച്. ഇത് കുറേ നാളത്തേക്കൊന്നും ഉണ്ടാവില്ല. ആശാൻ പോണാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഒറ്റക്കാവും. ഐ എം ഗോണ മിസ് ദിസ് ഡേയ്സ്. എന്തായാലും മിസ് ചെയ്യും. എൻ്റെ അടുത്ത് ഒരാൾ ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയി ഇനി 2-3 മാസമൊക്കെ വരും. ഞാൻ ഒറ്റക്കൊക്കെ ചെയ്യേണ്ടി വരുമെന്ന്. വെറുതെ ഡെയിലി എന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുക ഗൈസ്. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. പേരിന് ചെയ്യുന്ന പോലെ ഉണ്ടാവും. ഇതാകുമ്പോൾ ഒരു വൈബാണ്. സാർ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ചെയ്യുമ്പോൾ ഒരു വൈബാണ്. സുഹാനിത്തൻ എന്താ വിളിക്കാത്തതെന്ന് ചോദിക്കാൻ നിൽക്കരുത് കേട്ടാ. വിളിക്കാറുണ്ട്, സോനു വരാറില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ചെയ്യും. സോനിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്ന് സംസാരിച്ച് പോയി, താഴെ പോയി. അപ്പോൾ നമ്മുടെ വർക്കൗട്ട്സ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ബേബിയും വെയിറ്റ് ട്രെയിനിങ് തുടങ്ങി. ഈവൻ ഹീ ഈസ് ഡൂയിങ് ദാറ്റ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓൾറെഡി കഴിച്ചു. എബുനെ സ്കൂളിലാക്കി വന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബിക്കോസ് എനിക്ക് ഒരു പ്രോപ്പർ ഡയറ്റും വർക്കൗട്ട് തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ലേറ്റ് ആവണ ഇഷ്ടമല്ല. ഫുഡൊക്കെ ലൈക്ക് പ്രോപ്പർ ടൈമിൽ കഴിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ പ്രോട്ടീൻ രാവിലെ എടുത്ത്, പ്രോട്ടീൻ മീൻസ് പ്രോട്ടീൻ പൗഡർ അല്ല, നാച്ചുറൽ പ്രോട്ടീൻ, പയർ, എഗ്ഗ് അങ്ങനെയൊക്കെ വേവിച്ച് വെച്ചത് എല്ലാം മിക്സ് ആക്കിയിട്ട് ഒറ്റ തിന്നും. ഡയറ്റ് അല്ലാത്ത ടൈമിൽ ഞാൻ ഈ സാധനങ്ങളൊക്കെ തൊടാറില്ല. അറിയാലോ നിങ്ങൾക്ക്. ഐ ഹേറ്റ് പയർ, ഐ ഹേറ്റ് എഗ്ഗ്. എനിക്കൊന്നും ഇഷ്ടമല്ല ഇത്. ഡയറ്റ് എന്നൊന്നും മൈൻഡിൽ വരുമ്പോൾ എന്ത് തന്നാലും പ്രോട്ടീൻ ഐറ്റംസ്, എത്ര പ്രോട്ടീൻ കയറ്റാൻ പറ്റും അത്ര പ്രോട്ടീൻ കയറ്റും. അപ്പം അതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ വർക്കൗട്ട് കയറിയത്. ഒരു ബ്ലാക്ക് കോഫിയും കുടിച്ച്. ബേബി അങ്ങനെ റോ ആയിട്ട്. ബേബി രാവിലെ ബ്ലാക്ക് കോഫി തന്നായിരുന്നു ഇല്ലല്ലേ? ബേബി അങ്ങനെ റോ ആയിട്ടാണ്. ചായ ബേബി ചായ കുടിച്ചിട്ടാ. അങ്ങനെ ആഫ്റ്റർ വർക്കൗട്ട് ഹീൽ ടേക്ക് ഹിസ് പ്രോട്ടീൻ in the sense breakfast and all.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ റുട്ടീൻ എന്താന്ന് പറയുന്നത്, വിൽ ടേക്ക് ബാത്ത്, ഫ്രഷ് ഒക്കെ ആവും മോർണിംഗ് തന്നെ. എന്നിട്ട് കുറച്ച് നേരം ഇരിക്കും. നമുക്ക് ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ നോക്കാനുണ്ടാവും, വീഡിയോസ് എഡിറ്റിങ്, പിന്നെ അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. ആ വർക്കിന് കുറച്ച് നേരം ഇരിക്കും നമ്മളൊരു 1 hour. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എബുനെ പിക്ക് ചെയ്യാനുള്ള ടൈം ആവും അല്ലേ. എന്നിട്ട് നമ്മൾ എബുനെ പിക്ക് ചെയ്യാൻ പോകും. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ റുട്ടീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് റിയലി നൈസ് യുനോ. രാവിലെ തന്നെ എണീച്ചിട്ട് ഇങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുമ്പോൾ ഫീൽ ഗുഡ്. മെൻ്റലി, എമോഷണലി, ഫിസിക്കലി എല്ലാ തരത്തിലും വി ആർ ഫീലിംഗ് ഗുഡ്. ഇത് ഇങ്ങനെ പോവട്ടോ കുറേ നേരത്തേക്ക്, ഇത് കുറേ ദിവസങ്ങളിലോട്ട് കുറേ മാസം ഇങ്ങനെ പോവും. ദെൻ കംസ് ദറ്റ് ബ്രേക്ക്. അതൊരു വൃത്തിയായിട്ടൊരു ബ്രേക്ക് വരും. ദെൻ അവിടെ ഒരു സ്റ്റക്ക് വരും. പിന്നെ എണീക്കാൻ പറ്റൂല, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അത് മാസങ്ങൾ തോന്നി നീണ്ടു പോകും. അങ്ങനെ വന്നൊരു ബ്രേക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വന്നത്. അപ്പം നല്ലൊരു ബ്രേക്കായി പോയി. എന്നിട്ട് ഐ ഗെയിൻഡ് 4 to 5 kilos. ആ ഗെയിനിങ് ഫുള്ള് വയറും പക്കും ചാടിയിട്ട് ഭയങ്കര അലമ്പായി. എനിക്ക് അങ്ങനെ വയറൊക്കെ ചാടുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഒട്ടും കംഫർട്ട് ഉണ്ടാവില്ല. ബിക്കോസ് മോർ ഓഫൻ ഞാൻ വെസ്റ്റേൺ ഡ്രസ്സാണ് യൂസ് ചെയ്യണത്. അപ്പോൾ എനിക്ക് കുറച്ച് മെലിഞ്ഞിട്ടിരിക്കുന്നത് ഇഷ്ടം. ബേബിയുടെ വയറും പക്ക ചാടിയാൽ പറയണ്ട, ടെഡി വെയർ പോലെ ഉണ്ടാവും. അതാണ് നമ്മൾ ഈ പ്രാവശ്യം കളിയാക്കിയത്. അത് ആൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ തുടങ്ങിയാൽ നമുക്ക് രണ്ടുപേർക്കും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഇച്ചിരി എന്തെങ്കിലും ബോഡിയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് സ്ട്രെസ്ഡ്. അപ്പോൾ തന്നെ നമ്മൾ തുടങ്ങാറുണ്ട്. അതൊരു പ്ലസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടുപേരും തുടങ്ങിയതാണ്. ആൻഡ് ഒന്നിച്ച് ചെയ്യുമ്പോൾ ഐ ആം റിയലി ഹാപ്പി. ബിക്കോസ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂ. പിന്നെ കമ്പനിക്ക് ഉണ്ടാവും, നമുക്ക് ഗോസിപ്സ് അത് ഇതൊക്കെ ചെയ്തുകൊണ്ട് വിൽ ഡു ദാറ്റ്. ഇനി ബേബി 1 week പോണ കൊണ്ടിട്ട് ഒരു ചെറിയ സാഡ്നെസ് ഉണ്ട് എനിക്ക്. ബട്ട് സ്റ്റിൽ വർക്കൗട്ട് മുടങ്ങുന്നതാണ് പറയണത്. മടങ്ങൂല ഇൻഷാല്ല. ഐ ഫീൽ ഗുഡ് ബോഡിക്ക്. എനിക്ക് വർക്കൗട്ട് നിർത്തിയപ്പോൾ ബാക്ക് പെയിൻ അത് ഇതൊക്കെ തുടങ്ങിയായിരുന്നു. രാവിലെയൊക്കെ എണീക്കുമ്പോൾ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ കുറവുണ്ട്. ഫീലിംഗ് എനർജറ്റിക്, പ്രൊഡക്റ്റീവ്. സോ യാ, അതൊക്കെയാണ് നമ്മുടെ വ്യത്യാസമെന്ന്, നമ്മൾ വിശേഷം. സോ ഇപ്പം ഞാൻ ഫ്രഷ് ആവാൻ പോകും. എത്ര നേരം ഉണ്ട്? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നിട്ട് പോകണോ? അത് എനിക്ക് മതി. ഞാൻ മണിക്കൂറോളം ഒന്നും ഫ്രഷ് ആവാൻ എടുക്കൂല. അപ്പോൾ ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരും. എന്നിട്ട് ബേബിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ആൻഡ് ടുഡേ ഐ എം ഗോണ പ്രിപ്പയർ ഫിഷ് ബിരിയാണി. സോ ഡെഫിനറ്റ്ലി ഐ എം നോട്ട് ഗോണ ഷോ യു ദ റെസിപ്പീസ്. എന്തായാലും കാണിക്കൂല, ബിക്കോസ് ഇതിന് മുമ്പത്തെ ബ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടാവും. സോ ക്വിക്ക്ലി ഐ വിൽ മേക്ക് ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്തിട്ട് ബിരിയാണി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഉച്ചത്തേക്ക് ബിരിയാണി ആയിരിക്കും. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എനിക്കും ബേബിക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. വി ഓൺലി ടേക്ക് പ്രോട്ടീൻസ്. പിന്നെ ബാക്കിയുള്ള എല്ലാവർക്കും ദോശ, ഇഡ്ഡലി അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്ക് രണ്ടുപേർക്കുള്ളത് വേറെ തന്നെ ആയിരിക്കും. ബിരിയാണി ആകുമ്പോൾ ഇച്ചിരി കഴിക്കും. ചിലപ്പോൾ ഞാൻ ചപ്പാത്തി ആയിരിക്കും കഴിക്കണം, ചിലപ്പോൾ ബിരിയാണി ആയിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷെ ക്വാണ്ടിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് ഇപ്പോൾ. പിന്നെ വി ഡോണ്ട് ഈറ്റ് ടു മച്ച് ഷുഗർ. വി അല്ല, ഐ ഡോണ്ട് ഈറ്റ് ടു മച്ച് ഷുഗർ. ഐ ഡോണ്ട് നോ അബൌട്ട് ഹിം. ബേബിയും കൺട്രോളായി തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് മൂവി കാണുമ്പോൾ സ്നാക്സ് ചോദിക്കും. അതാണ് വലിയൊരു ഇടങ്ങിയത്. ചെറിയ വാവനെ പോലെ കുറച്ച് മിച്ചർ തരുമോ, കുറച്ച് അത് തരുമോ, കുറച്ച് ഇത് തരുമോ, കറുമുറ തരുമോ. ഈ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റിലേക്ക് പോയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? മടുത്തു. ഇതെന്താണെങ്കിലും അപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മടിയായി പോകും. ഞാനിങ്ങനെ ഗ്രാജുവലി പതുക്കെ ആ ഡയറ്റിലേക്ക് പോവാറ്. ഒട്ടടിക്കാൻ നമ്മൾ ഭയങ്കര ഡയറ്റായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലവേദന ഒരു മാത്രമേ ഉള്ളൂ. വർക്കൗട്ട് ചെയ്യാം നന്നായിട്ട്. അങ്ങനെയല്ല കേട്ടോ ശരിക്കും. ഞാൻ ഇതുണ്ട്, അത് ഇത്ര ലൈറ്റും ഇങ്ങനെയാണ്. ഞാൻ ബാക്കിൽ ടൂളൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ ആംഗിൾ പിടിച്ചപ്പോഴത്തേക്ക് ബാക്കിലൊരു അരുവാളൊക്കെ ഇരിക്കും. അത് ഇവിടെ ഈ ചെടി വളർന്നിട്ട് ഈ പുകയമ്പിലും വളർന്നിട്ട് ഈ ലൈൻ കമ്പിയിലൊക്കെ കയറും. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോകണമെന്ന് തോന്നുമ്പോൾ ഞാൻ അത് വെച്ച് വലിച്ച് കട്ട് ചെയ്ത് കളയും. അതിന്റെ ടൂളാണ് അവിടെ വെച്ചത്. അതാണ് അറിയാലോ. ഈ ക്ലിപ്പിംഗ്സ് ഒക്കെ ആരെങ്കിലും ഒക്കെ എടുത്ത് വെക്കും. എന്തെങ്കിലും കാലത്ത് നിരീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കും അല്ലേ? അല്ലെങ്കിൽ ഫ്രഷ് ആവണ്ട. ബിരിയാണി വെക്കുമ്പോ വീണ്ടും വേർക്കും. അല്ല, ഞാൻ ബിരിയാണി വെക്കട്ടെ, ഇല്ലെങ്കിൽ വീണ്ടും വേർക്കൂലേ. സോ ഞാൻ കിച്ചണിൽ പോട്ടെ. ഞാൻ തീർത്തിട്ട് വരുമല്ല. കുഞ്ഞു വാവ കൊട്ടക്കാക്കി പോയ വിഷമം വരും ചില ടൈമിൽ. പോണാണോ എന്ന് ചോദിക്കും. അപ്പോൾ ലെറ്റ്സ് ഗോ, ബിരിയാണി വെക്കാം നമുക്ക്.
god, rich in protein. Yes. Healthy breakfast. But I didn't have chapati. I gave one extra chapati for you. അപ്പോൾ അതിന് കൊതിടാൻ വേണ്ടിയാണോ വന്നിരിക്കുന്നത്? Seriously man. ഞാൻ ആ ചപ്പ ഇത് കഴിച്ച് പയറും മുട്ട. I didn't have that curry. I'll eat in the afternoon chapati and that payar curry. I think payar curry is too good. Smell it കേൾക്കുമ്പോൾ. ഞാൻ ആ മുട്ടം പച്ചപ്പയർ ഇങ്ങനെ കുഴച്ച് തിന്നു. Are you eating biryani in the afternoon? കുറച്ച് തിരി അങ്ങനെ കുറച്ച് പതുക്കെ ഇട്ട് തന്നെ തിന്നാ മതി. ഞാൻ വലിയ ബൗളിൽ ഇവിടെ സെർവ് ചെയ്യൂല ദിസ് ടൈം. I'll give you one portion in a plate. Eat it and finish it off, okay? എല്ലാം മുതലാളി പറഞ്ഞ പോലെ. Don't ask again. മുതലാളി പറഞ്ഞ പോലെ കേട്ടിട്ട് ഒരു 7 മാസം ഡയറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പണ്ട്? ആ പിക്ക് ഉണ്ടെങ്കിൽ ഇവിടെ വെട്ടി ഒട്ടിക്കായിരുന്നു വീഡിയോയില്. ബേബി തന്നെ നെറ്റു ആണ് ഇത്. ഫുൾ പ്രോപ്പർ ഡയറ്റ്, വർക്ക്ഔട്ട്, ഷുഗർ കട്ട്. ഓ അതാണ് ഒരു മേക്ക് ഓവർ. പൊളിയായിരുന്നു ബേബിനെ കാണാൻ. പിന്നെ അവിടുന്ന് ഒരു പോക്ക് പോയി. ബോംബ്ലൂസ് ടെഡി ബെയറായി പിന്നെ ബേബി. നമ്മ 7-8 മാസം കൊണ്ടൊക്കെ ഉണ്ടാക്കണ ഒരൊറ്റ മാസം കൊണ്ട് ഷുന്നും പോവും. അതങ്ങനെയാണ്, മസിൽസ് അങ്ങനെയാണ്. റിച്ച് ആണ് മസിൽസ്. അവരെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ നിർത്തില്ലെങ്കിൽ അവരവരെ പാടിപ്പോവും. പാടിപ്പോന്നല്ല പാട്ടിന് പോവും. അതെ എന്തെങ്കിലും. പക്ഷെ ഹൗ ഡു യു ഫീൽ പ്രോട്ടീൻസ് കയറുമ്പോൾ? വി ഫീൽ ഗുഡ് റൈറ്റ്? വി ഫീൽ എനർജൈസ്ഡ്, ഒരു എനർജറ്റിക് ഉണ്ടാവും. എനിക്കങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ വെറുതെ ഒരു ചപ്പാത്തി പോലെ എന്തെങ്കിലും കഴിക്കും. അതിന്റെ ഒരു സുഖം ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്യില്ല. ബോഡിക്ക് ഒരു ഇതുണ്ടാവും. യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. സോ യാ, വാട്ട്സ് ദ പ്ലാൻ ആഫ്റ്റർ ഈറ്റിംഗ് ദ ബ്രേക്ക്ഫാസ്റ്റ്? വാട്ട്സ് യുവർ പ്ലാൻ? കുറച്ച് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്, പിന്നെ പോണ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാനുണ്ട്. സോ ഓക്കെ, യു ബി ബിസി. അപ്പോൾ ലെറ്റ് മീ ഗെറ്റ് ഇൻ ടു ദ കിച്ചൺ. നമ്മുടെ ബിരിയാണിയുടെ പണി എത്രയായി നോക്കാം. ഞാൻ ബിരിയാണി വെക്കണ ഇടയിലാണ് ബേബിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കി കൊടുത്തത്. മസാല ഒക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം. ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്നും ഡോണ്ട് ആസ്ക് മീ ഗൈസ്. മഷൂർ അത്താസ് ഫിഷ് ബിരിയാണി എന്ന് അടിച്ചോ, ചിലപ്പോൾ കിട്ടുമായിരിക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ. ഓരോരോ പ്രാവശ്യം വെക്കുമ്പോൾ ഓരോ രീതിയിലേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിൽ വെക്കാം. ബിഗിനേഴ്സിനോടാ പറയണേ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നുന്ന പോലെ വെക്കാം. വീട്ടിലുള്ള ആൾക്കാരല്ലേ, കഴിച്ചോളൂ. അതുകൊണ്ട് സ്ട്രെസ് അടിക്കണ്ട. അയ്യോ നമുക്ക് ഇതറിയില്ല അതറിയില്ല എന്ന് പറഞ്ഞ് സ്ട്രെസ് അടിക്കണ്ട. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഉണ്ടല്ലോ വീട്ടിൽ. അരിഞ്ഞിട്ട് മസാലാക്കി ഫിഷും ഫ്രൈ ചെയ്ത് അതിലിട്ടാൽ മതി. പിന്നെ കുറച്ച് റൈസ് ഉണ്ടാക്കി അതിലിട്ടാൽ മതി. ഫിഷ് ബിരിയാണി റെഡി. ഓക്കെ, ഇതിലോട്ട് നമുക്ക് ഫിഷ് വെക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. സോ ലെറ്റ്സ് പുട്ട് ഇൻ ടു ദിസ് മസാല. ആവി പറക്കുന്ന ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. ഇറ്റ് സ്മെൽസ് ടു ഗുഡ് ആക്ച്വലി. ഈ പാത്രം ഞാൻ കാലിയാക്കി കുറച്ച് തുള്ളി മസാല അതിൽ വെച്ച് ഇനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിലായിരിക്കും റൈസ് ഉണ്ടാക്കാൻ പോണേ. പിന്നെ ഇത് റൈസിനുള്ള ഒനിയൻസ് ആണ്. സോ യാ, ഇതിൽ ഞാൻ 5 ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതിനൊരു 7.5 ഗ്ലാസ് വാട്ടർ. ഓക്കെ, നമുക്ക് റൈസ് ഉണ്ടാക്കാം. സോ ഗൈസ്, മിക്സിംഗ് ഒക്കെ കയ്യാറായി. ഇതെല്ലാം ഇടണോ ആ മസാലക്ക്? ചോറ് കൂടുതലാണ്. ചീസ് മസാല. ഈ മസാല എന്താന്ന് പറയൂ. അത് ഫിഷാണ് അപ്പുറത്തത്. ഓ, റോസ്റ്റ് മസാല വേണമെങ്കിൽ നമുക്ക് അതിലിട്ട് പെരട്ട്. അതന്നെ ചെയ്യാൻ പോയാൽ അങ്ങനെ ബാക്കി വരുന്നു. ഇങ്ങനെ പെരട്ടി തിന്നാറില്ലേ, അതുപോലെ പെരട്ടിടുക. എൻ്റെ മുഖം ഇപ്പം എന്താ അറിയോ കുറച്ച് നേരമായിട്ട് കാണിക്കാത്തേ? എന്താ തോന്നും? കേടിട്ട് വെച്ചേക്കണേണ്. വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര ചൂട്. അപ്പം ഞാൻ ടാൻ ആണപ്പോലെ ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് കേട് നല്ലൊരു ടാൻ റിമൂവറാണ്. സെൽഫ് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കേട് കുറച്ച് ഹണിയൊക്കെ ഇട്ടാന്നുള്ളത്. ഹണി ഇട്ടിട്ടില്ല, ഞാൻ ഓൺലി കേർഡ്. അങ്ങനെ ചോറിലെ മസാലകളൊക്കെ ഇട്ട് ഞാനിന്ന് മിക്സാക്കി ചിക്കൻ ചെയ്യുമ്പോൾ താഴെ ഫുള്ള് മസാല ഇട്ടിട്ട് മിക്സാക്കി എടുക്കണല്ലേ. ഇന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്നിട്ട് ഫിഷ് വെക്കാന്ന് ആവശ്യത്തിനനുസരിച്ച്. And let's put some
മലയാള പുതിന പുതിന ഉണ്ട മല്ലിയില ഓക്കെ പ്ലെയിൻ ഉണ്ടല്ലോ ഇത്ര അടുത്ത് പ്ലെയിൻ ഒന്നല്ല അല്ലേ കട്ടാക്കണം അല്ല പോയി പ്ലെയിൻ താഴത്തുകൂടെ പോയേ കേൾക്കുമ്പോൾ തന്നെ ഇട്ടാണ് കൈ കടഞ്ഞിട്ട് വയ്യാട്ട എനിക്ക് എക്സസൈസ് സെറ്റാക്കി കാണിച്ചു തരാം ഈ മീനൊക്കെ വെച്ച് ഭംഗിയാക്കി കാണിച്ചു പറയാതെ മുഖം കാണിച്ചു പോയാനെ ഞാൻ കടയുന്നു ഓക്കെ ഗൈസ് ഇനി മീനൊക്കെ വെച്ചിട്ട് മതി 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 കട്ടാക്കി ഗൈസ് അങ്ങനെ ബിരിയാണി ഒക്കെ ദമ്മിട്ടിട്ട് ഞാൻ പിന്നെ ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും കാണിക്കാൻ നിന്നില്ല ബിക്കോസ് എനിക്ക് എപ്പോഴും വിളിക്കാൻ സമയമാവും അപ്പോൾ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കുളിച്ച് ഫ്രഷ് ആയി ഇറങ്ങണം. ഇതൊന്ന് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ബിരിയാണി തമ്മിലിട്ടിട്ട് പറഞ്ഞു പോയി. ഇടയ്ക്കിടയ്ക്ക് ബ്ലിംബിട് ടിങ് 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 മാഷാല്ലാ മാഷാല്ലാ. അപ്പോൾ പുതിയ കളക്ഷൻസ് ഒക്കെ ബ്ലിംബിൽ ഒരു ലോഡ് ഉണ്ട് ഗൈസ്. എൻ്റെ സ്റ്റോക്കും വന്നിരിക്കും ഇപ്പോൾ വെസ്റ്റേൺ വെയറിൻ്റെ കുറേ അടിപൊളി പാൻസൊക്കെ ടീഷർട്ട്സൊക്കെ. അതെന്തായാലും ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായി അപ്പോൾ ബിരിയാണി ദമ്മിട്ടിട്ട് കുളിക്കാൻ പോയി. കുളിച്ച് വന്ന് ആൻഡ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഗ്ലോ ഉണ്ടല്ലോ മുഖത്തെ. 0 മേക്കപ്പ് ഇട്ടാലും ഒരു ഗ്ലോ ഉണ്ടാവും അല്ലേ ആശാനെ? അപ്പോൾ ഇപ്പോൾ കറക്റ്റ് 12:45 ആയി. വി ആർ ഗോയിങ് ടു പിക്ക് എബ്രു. ഇപ്പോൾ എനിക്ക് ആ ഒരു ടൈം 12:30 12:45 എന്ന് പറയുന്നത് എനിക്കാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഐ ഡോണ്ട് നോ വൈ. നിങ്ങൾക്കിത് വലിയ ഇതായിട്ട് തോന്നും, പക്ഷേ എനിഹൗ എനിക്ക് വലിയൊരു അടിപൊളി ടൈമാണ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ. അത് ഞാൻ വെയിറ്റ് ചെയ്യും ആ ടൈമിന് വേണ്ടി പിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് അവൻ എന്നെ കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ ഓഫ് കോഴ്സ് ഐ കൻ നോട്ട് ഷൂട്ട് അവിടെ. എനിക്കും അത്ര ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ അത്. സോ ഐം വെരി ഹാപ്പി. അപ്പോൾ കുറച്ച് ഫ്രഷ് എന്നെ മുത്തിനെ പിക്ക് ചെയ്യാൻ പോകണം. ഇന്നത്തെ സിറ്റുവേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, എബ്രു ഈസ് ബാക്ക് ഫ്രോം ദി സ്കൂൾ. എബ്രു യു ഡിസൈഡ്. നീ പോർച്ചുഗൽ ആണോ ബ്രസീൽ ആണോ? ഇന്നലെ പോർച്ചുഗൽ ഇട്ട് ഇന്ന് ബ്രസീലിൻ്റെ ഇട്ടിട്ട് എന്താണിത്? ഓ ഗുഡ് ബോയ് കണ്ടില്ലേ റിമൂവിങ് ഹിസ് സോക്സ്. യു ലുക്ക് സോ ഗുഡ്. Mama's baby looks so cute. Did you enjoy the school? Enjoyed school. Yeah? Enjoyed school. Okay, did you eat breakfast and lunch in the school? No. Why? It's up. Why didn't you eat? It's up. What? And papadum. Papadum and? You had papadum today? Yes. Oh, you like it? You like the papadum? Yes. Mama help veno. Shall I help you to remove the socks? Yes. Okay. 3, 2, 1. Go! Ta-da! Ebru, you have to wash your hand, baby. You touch the socks, right? You have to wash the hand and eat, okay? Okay? Good boy. Give me a thumbs up, my darling. Give me a thumbs up. You are a very good boy, adapting the school environment. Good boy. So my darling is back from the school and eating snacks. Don't you want to eat food? Mama prepared biryani for you. I want what TV. You want to watch TV now? Yes. Okay. Mama TV വെച്ച് തരാം. പിന്നെ ഇവന്റെ ജേഴ്സി, ഇവൻ എല്ലാ ജേഴ്സി വേണം ഗൈസ്. ഇവനൊരു ജേഴ്സി ഫാനാണ്. ഇവൻ എല്ലാ ടീമിന്റെ ജേഴ്സി വേണം. This is Ebu's bag. Tum tum sahur. സോനോടെ ഇരിക്കട്ടെ, ചോളിട്ടിട്ടില്ല. This is Ebu's bag. ഈ ബാഗിൽ എന്താന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു ഡ്രസ്സ് എക്സ്ട്രാ കൊണ്ടുപോകണം ആൻഡ് വാട്ടർ ബോട്ടിൽ, സ്നാക്ക്, അത്രേ ഉള്ളൂ. ബുക്സ് അത് ഇതൊന്നും ഇല്ല അവർക്ക്. അത് ഡെയിലി കൊടുത്തു വിടും. ആൻഡ് ഇന്ന് ഞാൻ കുറച്ച് ഹാപ്പിയാണ് ഇവൻ്റെ മുഖം കണ്ടിട്ട്. ഇത്ര ദിവസം പോയതിൽ ഇന്ന് ഹിസ് ഫേസ് വാസ് ഓക്കെ കണ്ടിട്ട് എനിക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞ നിങ്ങളുടെ അടുത്താണോ പറഞ്ഞ ബേബി അടുത്താണോ എന്ന് അറിഞ്ഞൂടാ. ഇവന് എന്നെ എപ്പോഴും ഇങ്ങനെ ലൈനിലല്ലേ അവർക്ക് വരാൻ. മേലത്തെ ഫ്ലോറാണ്, അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ലൈനിലാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ ഒളിച്ചിരിക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ സൗണ്ട് ഇട്ട് മമ്മ വന്നില്ല, അങ്ങനത്തെ ഒരു ടോക്കായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ഞാൻ കണ്ടു. അപ്പോൾ മമ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ഒരു നാടകം തുടങ്ങി. അപ്പോൾ മാം പറയണു, എബ്രൻ വൈ ആർ യു ക്രൈയിങ്, യു ആർ ഗോയിങ് ഹോം റൈറ്റ്, സേ ഹായ് ടു മമ്മ. അപ്പൊ ഹായ് മമ്മ. അപ്പൊ എല്ലാരും ചിരിക്കണേ. Hi, Mama. Hi baby, my darling. And then, Mama, and you watch TV. Okay, darling. അപ്പോൾ ഞാൻ എബിന് കുറച്ച് നേരം TV ഒക്കെ വെച്ച് കൊടുക്കട്ടെ, അവൻ്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യട്ടെ.
ഇങ്ങനെ ബിരിയാണി കഴിക്കുമ്പോൾ കാണാം. ഓക്കേ Okay. ബൈ ഗൈസ്. Bye, guys. ഗൈസ് അങ്ങനെ എബുന് ഫുഡൊക്കെ കൊടുത്ത് എബുന് ഫുഡ് ജീനൊക്കെ ഇരിക്കണമൊക്കെ ഊരി ഇപ്പൊ വെള്ളത്തിൽ നോ ഡോണ്ട് ടേക്ക് യുവർ ബാഗ്. വെള്ളത്തിൽ കളിക്കണാണോ അവിടെ? ബാഗിനുള്ളൊക്കെ ഉണ്ടായി നൈസായിട്ട് കൊണ്ടുപോകണം. മൊത്തം കുറെ പണിയെടുത്ത് വന്നാണ് അവിടെ. ആൾക്കാർ നോക്കുമ്പോ രാവിലെ അവിടെ നിന്ന് തിന്നണ്. അതെന്റെ വ്ളോഗർ 2-3 മിനിറ്റ് കഴിയുമ്പോ തന്നെ വീണ്ടും ഞാൻ ഇവിടെ നിന്ന് തിന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കഴിയുമ്പോ വീണ്ടും ഞാൻ ഇവിടെ നിന്ന് തിന്നു. അല്ല അങ്ങനെയല്ല പറയണ മനസ്സിലായി. അതൊരു കോമഡി കോൺസെപ്റ്റ് ആണ്. നീ എന്തിനാ അത് സീരിയസ് ആക്കിയത്? അപ്പൊ അത് ശരിക്കും ഇത്ര ഗ്യാപ്പ്, ഇത്ര മണിക്കൂറിന്റെ ഗ്യാപ്പ് ഉണ്ട് ഗൈസ്. ഈ വ്ളോഗിൽ കാണുന്ന മാതിരി അല്ല നമ്മുടെ വ്യൂവേഴ്സും ഒക്കെ ബുദ്ധി ഉണ്ട് കേട്ടാ. കണ്ടില്ല ബാക്ക്ഗ്രൗണ്ടിൽ കളിച്ചോണ്ടിരിക്കണത്. എന്നിട്ട് പറയാ ഇതാണ് ബഷീർക്കാരുടെ ഡയറ്റ്. കണ്ടില്ല ഇച്ചിരി ഇട്ടിട്ടുള്ളൂ പാവ. ഇല്ലെങ്കിൽ ഇതിന്റെ ഒരു 10 ഇരട്ടി തിന്നു ബിരിയാണി ആണെങ്കിൽ. ഞാനിവിടെ ബൗളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പോലും ഇല്ല. ഞാൻ ഡയറ്റ് അല്ല ഗൈസ്, ഞാൻ ഡയറ്റാന്ന് പറഞ്ഞില്ല. ജസ്റ്റ് വർക്ക്ഔട്ട്സ്. വർക്ക്ഔട്ട് ചെയ്യാം, ഫുഡ് കുറച്ച് ലിമിറ്റ് ആക്കുക, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ ഡയറ്റ് അല്ല, അതിന്റെ ഡയറ്റ് പറയാൻ പറ്റില്ല. ഇത് കൂടെ ഒന്ന് ചവച്ചേക്കാം ഒരു സൗണ്ടിൽ. ക്രഞ്ചിനെസ് എന്തിന് ഡയറ്റ് എന്തിന് വർക്കൗട്ട്? ഓൾറെഡി ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും ആരോഗ്യം പടച്ചൊന്നും നന്നല്ലേ. ബ്ലാക്ക് ഇടുമ്പോഴാണ് തോന്നുന്നത് കുറച്ച് പ്രത്യേക ഭംഗി. Do you think I'm flirting with you? Yeah, I know. Guys, ഈ മനുഷ്യനില്ലേ ഫിഷൊക്കെ വർത്തിക്കും, ഒരു ലോഡ് വർത്തിക്കും. സെയിം മോഡൽ ഫിഷ്. ഇവിടെ ആണെങ്കിൽ ആരും തിന്നൂല ഇങ്ങനെ ഫിഷ് കറി വെച്ചാലോ ഫ്രൈയോ ഇച്ചിരി കഴിച്ചിട്ട് അവിടെ തന്നെ ബാക്കി ഉണ്ടാവും. അപ്പം ഇന്ന് ഞാൻ പ്ലാൻ ആക്കി ബാക്കിയുള്ള ഫിഷൊക്കെ എടുത്തിട്ട് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കി. അങ്ങനെ ആകുമ്പോൾ എല്ലാവരും കഴിച്ചോളൂ, തീർന്നോളൂ. അതുകൊണ്ടാണ് ഇന്ന് ബിരിയാണി വെക്കാനുള്ള പ്ലാൻ. അല്ലെങ്കിൽ വെക്കൂല, വെറുതെ എൻ്റെ ടൈം വേസ്റ്റ്. ഇതിൻ്റെ കിച്ചണിൽ തന്നെ ഞാൻ ചൂടെടുത്തിരിക്കണം. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒക്കേഷണൽ ആകുമ്പോൾ വെക്കാം. ലൈക്ക് ബർത്ത്ഡേസ് പിള്ളേരെ, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു നോർമൽ ഡേയിൽ വെക്കാൻ റീസൺ അതാണ്. ഈ ഫിഷ് എങ്ങനെ എനിക്ക് തീരണമായിരുന്നു. അതിന് തീരൂല, കറി വെച്ചാലും അവിടെ ഇരിക്കും. ഫ്രൈ. Why did you remove your dress? Which? Okay, mama vara. Go. Mama vara. Okay. Okay. അപ്പോൾ ഓക്കെ അല്ലേ? ബേബി കഴിച്ചിട്ട് ഫ്രഷ് ഒക്കെ ആവും. മോർണിംഗ് മുതൽ പണിയല്ലേ. ഓക്കെ, എബു എന്നാണ് പറയണം നോക്കട്ടെ. Guys, so this is my plate. Looks balanced. And ഒരു ചപ്പാത്തി, ഒരു ഹാഫ് കപ്പ് റൈസ്, സാലഡ്, കർഡ്, ഗ്രീക്ക് യോഗട്ടാണ്, പിന്നെ പയർ. So I'm gonna have this. And എൻ്റെ ഓപ്പോസിറ്റിലിരിക്കുന്നത് ആരാണ്? സുഹാനിത്ത. ബിരിയാണി കുഴച്ച് കഴിക്കാൻ പോകണം. എന്നെങ്കിലും ആ മീൻ തീരണം, അതുകൊണ്ട് മനഃപൂർവ്വം വെച്ച് ഞാൻ ബിരിയാണി. ക്യാഷൊക്കെ എടുത്ത് തിന്നാം. ഒരു പുളിങ്കറിയും ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഉണ്ടായേനെ. മടി. ഓക്കെ, ക്യാരി ഓൺ. ഞാൻ കഴിക്കാൻ തുടങ്ങി ഞാൻ ആക്ച്വലി. What are you waiting for? Are you waiting for Immi? Immi got your surprise. 3, 2, 1. Wow. What is that? Is that a purple? You got a purple. You got a purple. I got a purple. Okay. Say thank you, Immi. Thank you, Amy. Give me a kiss. I get Kiss. I gotta open it. I gotta I will open it. open. Kiss.
Give one kiss to Amy. You are shy. Yeah. Zaigam. I boy. Oh, I. Zaigu വെയിലത്ത് പോയോ? Wait, പുറത്തായിരുന്നു. പുറത്ത് വാമൊക്കെ ചെയ്തു. ഇന്നലെ How's the class? Zaigu 3 times. അതിന് മുമ്പ് അതിനകത്ത് ഐസ് ഉണ്ടാവൂലേ? ഇല്ല. അല്ല ഇവിടുത്തെ ഉണ്ടാവില്ല പുറത്തത്തെ നമ്മ തായ്ലാൻഡിയതൊക്കെ പഠിച്ചാൽ പ്രിന്റ് ഉണ്ടായിരുന്നു ഇതില് പ്രിന്റ് ഇല്ല. Oh, how's it? ഓ എനിക്കിത് കാണുമ്പോ തന്നെ അടുപ്പാവും. എങ്ങനെ കഴിക്കോ? ആദ്യം കഴിക്കൂല ഇപ്പൊ കഴിക്കാൻ Don't touch. നല്ല ടേസ്റ്റ് പക്ഷേ സൈഗു ആണ് ആദ്യം കഴിക്കാൻ തുടങ്ങിയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു സൈഗു ക്ലാസ്? ഇപ്പടുത്ത് വാ തായ്ലാൻഡ് സൈഗു. ഹൗസ് ദ ക്ലാസ്? ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന്? ഗെയിം നിങ്ങളെ കാണാൻ സമ്മതിച്ചാ രാവിലെ? കണ്ടില്ല. അല്ല ഹാഫ് കണ്ട് ഗ്രൗണ്ടിലായിരുന്നാ? അർജന്റീന വിന്ന്. ആ ഞാൻ കണ്ട് നിങ്ങളെ സ്കൂളിന്റെ സ്റ്റോറിയില്. അർജന്റീന ആയിരുന്നാ വിൻ? നീ ഏതിനായിരുന്നു സപ്പോർട്ട്? ആക്ച്വലി കൂടുതൽ സപ്പോർട്ട് ബ്രസീലായിരുന്നു. കുഴപ്പമില്ല, ജയിക്കണത് ആരോ അവർക്ക് വേണം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കേട്ടാ. മഷൂമി പറഞ്ഞു തരാം ന്യൂ പോളിസി. ആൻഡ് ഹൗ വാസ് ദ ഡേ? ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? വാട്ട് വാസ് ഫോർ ലഞ്ച് ടുഡേ? ഒരു ലഞ്ചിനാണ് ഇന്ന് ലഞ്ച് എന്ത് ടേസ്റ്റ്? ചപ്പാത്തിയും ചിക്കനും എക്സൈറ്റഡ് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഗൈസ് നേരത്തെ, അവിടെ നല്ല ഫുഡൊക്കെയാണ്. വെബ് കഴിക്കൂല, വെബിന് വേസ്റ്റ്. ജൈഗു എപ്പോഴും എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ? ഞാനില്ലേ അവിടെ എനിക്ക് 2 ചപ്പാത്തി ചിക്കന്റെ ടേസ്റ്റ് കാണാൻ ഞാനും എന്റെ ഫ്രണ്ട് പോരാനും കൂടെ എടുക്കാൻ. തന്നിട്ട് ഡിസേർട്ട് ഉണ്ടായിരുന്നോ? ഞാൻ കഴിച്ചിട്ടില്ല ഡിസേർട്ട്. എന്താ കഴിച്ചോ നമ്മ എല്ലാത്തിനും പേ ചെയ്യണാണ്. കഴിച്ചോട്ടാ. പിന്നെ ഫ്രണ്ടില്ലേ, എന്റെ ഫ്രണ്ടും ന്യൂവ. വേറെ ഫ്രണ്ട് ആയ പേര് ധീരജ. ഫോർത്തിന് വന്നതാണോ? ധീരജ പുതിയ ഫ്രണ്ട് ആയി. ലണ്ടനായിരുന്നു. ഇപ്പൊ ഇവിടെ വേറെ തന്നെ ഒരു കളി. ഇപ്പൊ പേടി മാറിയാ? ചാടനുണ്ടല്ലോ. ഇന്ന് 3 പേര് ബ്ലാക്ക് ആണ്. ഇമ്മി, മോന്, ഡാഡി. ഡാഡിയുടെ തൊടൊക്കെ കാണിച്ചോണ്ടിരിക്കണേ. കാണിക്കാൻ പറ്റാനുള്ള മനുഷ്യര് ഷോർട്സ് ഇട്ടിട്ടിരിക്കണാണ് അവിടെ എടിച്ചപ്പോ തന്നെ. ഇനി മേലെ ഇരിക്കണതാ ഞാൻ പറയും. So totally you're happy, right? Okay. അപ്പോ ലഞ്ച് ആയിരുന്നു ഇന്നത്തെ എക്സൈറ്റിംഗ് ന്യൂസ് അല്ലേ? അപ്പൊ ഡെയിലി ഉണ്ടാവും നല്ല നല്ല മെനു, നല്ല ലഞ്ച് ഒക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ നീ? നിനക്ക് ലഞ്ചാണ് ഇഷ്ടം? മില്ലറ്റ് ദോശ എന്ന് തോന്നണം. എന്നോ മെനുവില് കണ്ട പോലെ. അവന് ഇൻട്രസ്റ്റഡ് അല്ല, അവന് ഇൻട്രസ്റ്റഡ് ആണ്, അവന് എക്സൈറ്റഡ് ആണ്. രാവിലെ ചോദിക്കണ്ടായിരുന്നു മെനുവിൽ എന്തായിരുന്നു. എടാ നിനക്കും അങ്ങനെ കഴിച്ചൂടെ? നമ്മള് ഇപ്രാവശ്യം നൈനാത്തിങ്സില് സെയിൽ ചെയ്തോണ്ടിരിക്കുന്ന ബാഗാണ്. ഇതൊക്കെ നല്ല ബൾക്ക് ക്വാണ്ടിറ്റി സെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. സൈഗ് യൂസ് ചെയ്യുന്ന ബാഗാണ്. നല്ല ബാഗ്, നല്ല ക്വാളിറ്റി. ടീച്ചറിനൊക്കെ വരുന്നുണ്ട്. ഷൂസിന്റെ അല്ലേ? അതിൽ തന്നെ അല്ലേ? സെപ്പറേറ്റ് മേടിക്കേണ്ട ആവശ്യം. വേണ്ടവര് ഈ സൈഗിന്റെ ഈ ഒരു ബാഗ് ഇത് മാത്രമല്ല, വേറെ മോഡലൊക്കെ ഉണ്ട്. വേണ്ടവര് ബ്ലിങ്ക് ബേയിൽ കയറിയാൽ മതി. ബ്ലിങ്ക് ബേയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേളിൽ തന്നെ ഫസ്റ്റ് തന്നെ ഒരു കാറ്റഗറി ഉണ്ട്. അതിനകത്ത് നൈനാത്തിങ്സിന്റെ ആസ്തെറ്റിക് ബാഗ്സ് ആൻഡ് കളക്ഷൻ ആണ്. അപ്പൊ അതിലുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ ഉണ്ട്. വെബ് കയറാൻ പറ്റാത്തവര് ഏത് കോണ്ടാക്ടിലാ ചെയ്യണ്ടേ? 8089680298 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ. ആൾക്കാര് ഇത് ഇപ്പൊ തന്നെ നോട്ട് ചെയ്യാനുണ്ടാവും. ബിക്കോസ് ഇത് സൈഗ മുഴുന്ന ബാഗല്ലേ? നല്ല ബാഗ്. അതായത് ഓൾറെഡി നമുക്കൊരു എനിക്ക് 300+ ഒക്കെ സെയിൽ ചെയ്ത് കഴിഞ്ഞു.
ഭയങ്കര ഇഷ്ടമാണ്. സോനൻ ഈ ജാക്കറ്റ് ഒന്ന് ഊരാനുള്ള ഇതിലില്ല. ഇത് സുണേനെ വിളിക്കണ്ടേ? ഓ 3:30 റൈറ്റ്. ജാക്കറ്റ് ചൂടുണ്ടെന്ന് വിചാരിച്ചു. സൈഗു ഇന്ന് റൊണാൾഡോയുടെ പ്ലേ ഉണ്ട്. സൈഗു മാച്ച് ഉണ്ട്, കാണുന്നില്ല 10:30ക്ക്. ആ 10:30ക്ക് നമുക്ക് ഒന്നിച്ച് കാണാം. ഞാൻ എപ്പോഴും ഇപ്പൊ 8:39 ആകുമ്പോ ഉറങ്ങും. ഇന്ന് കാണണമെന്നുണ്ട്. റൊണാൾഡോയുടെ ഫാനാണ്, കണ്ടില്ലേ? ആ കണ്ട്. നിന്റെ അനിയനാണെങ്കിൽ ഡെയിലി ഓരോ ജേഴ്സി ആണല്ലേ ഇടണേ. ഇന്നലത്തെ ഫോട്ടോയില് റൊണാൾഡോയുടെ ജേഴ്സി, ഇന്നത്തെ ഫോട്ടോ ഇന്ന് സ്കൂളിൽ പോയത് ബ്രസീലിന്റെ ജേഴ്സി. അവന് ഭയങ്കര ഇഷ്ടമാണ് ജേഴ്സി. അപ്പൊ ഓക്കെ, ഇനി ഫ്രഷ് ആവും. പോ, ഫുഡ് കഴിക്കണില്ലല്ലേ നൈറ്റ്? എങ്ങോട്ട്? ആ ഓക്കെ. ഹായ് അബു, സേ ബൈ. ബൈ. Say bye. 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 Yes, Sunu is back. എങ്ങോട്ടാണ് രണ്ടെണ്ണം? പൊടി എന്റെ കൂടെ പൊടി സുന്നു. എനിക്ക് വയ്യ സുന്നു. ഹൗസ് ദ ക്ലാസ്? നോർമൽ ആസ് യൂഷ്വൽ. ദീദി വന്നിട്ടാവുമ്പോ തെണ്ടിത്തിരിയാൻ എപ്പോഴും ഉള്ളതാ. You don't want mama? Bye, mama. Ah. Bye, mama. Bye darling, enjoy. Enjoy. വേണ്ടാത്ത സാധനമൊക്കെ മേടിച്ചു കൊടുക്കരുതേ, കബോണേ. ഇത് ഒറ്റ കൊണ്ടുപോകാൻ ഇങ്ങനെ ബാക്കിൽ അയ്യോ കബോ ഒരൊറ്റ പേരെ കൈബോൾ കന്നി മേടിച്ചു കൊടുത്താൽ മതി. ഒറ്റ ഒരെണ്ണം. അവൻ പലതും ചോദിക്കും, വീ എടുത്ത അതില് കേട്ടല്ല. Bye darling. Bye. 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 ആ പലതും ചോദിക്കും വീയരുത് നിങ്ങൾ കേട്ടല്ല. Bye. ഒരൊറ്റ സാധനം തന്നെ മേടിച്ചു കൊടുത്താൽ മതി. വയ്യ മതി. ബൈ ഡാർലിംഗ്. Bye, camera. Bye camera. So guys, that's all for today's video. Bye. We'll see you all tomorrow.